ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായി വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളതെന്നും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം എറണാകുളം ജനറൽ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ സ്റ്റാഫ് നഴ്സ് MICU ICU തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ വരുന്നത് GNM അല്ലെങ്കിൽ BSc നഴ്സിംഗും സമാന മേഖലയിലുള്ള എക്സ്പീരിയൻസുമാണ്. പ്രായപരിധി വരുന്നത് 40 വയസ്സ് വരെയാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫോൺ നമ്പർ സഹിതമുള്ള ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സ്കാൻ ചെയ്ത് ghkmhr@gmail.com എന്ന ഇമെയിലിലേക്ക് നവംബർ 14 വൈകിട്ട് 5 മണിക്ക് മുമ്പായിട്ട് അപേക്ഷ അയക്കേണ്ടതാണ്. ഇമെയിൽ അയക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് സ്റ്റാഫ് നഴ്സ് ടു MICU അല്ലെങ്കിൽ ICU എന്ന ഇമെയിൽ സബ്ജക്റ്റിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം. നിശ്ചിത സമയത്തിന് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഓഫീസിൽ നിന്നും ഫോൺ മുഖാന്തരം അറിയിപ്പ് ലഭിക്കുമ്പോൾ നിങ്ങളുടെ ബയോഡേറ്റ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ തിരിച്ചറിയൽ രേഖകളും അവയുടെ ഫോട്ടോ കോപ്പിയും സഹിതം കോവിഡ് പ്രോട്ടോക്കോളിന് വിധേയമായി അഭിമുഖ പരീക്ഷയ്ക്ക് ഹാജരാവേണ്ടതാണ്. അപ്പോൾ ഇമെയിൽ അയച്ചതിന് ശേഷം ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അടുത്തത് എറണാകുളം ജനറൽ ആശുപത്രിയുടെ വികസന സമിതിയുടെ കീഴിൽ മെയിൻ്റനൻസ് എഞ്ചിനീയർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ വരുന്നത് BTech സിവിലും സമാന മേഖലയിലുള്ള പ്രവൃത്തി പരിചയവുമാണ്. പ്രായപരിധി വരുന്നത് 40 വയസ്സ് വരെയാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഫോൺ നമ്പർ സഹിതമുള്ള ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സ്കാൻ ചെയ്ത് ghkmhr@gmail.com എന്ന ഇമെയിലിലേക്ക് നവംബർ 14 വൈകിട്ട് 5 മണിക്ക് മുൻപായിട്ട് അപേക്ഷ അയക്കേണ്ടതാണ്. ഇമെയിൽ അയക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് എഞ്ചിനീയർ എന്ന ഇമെയിൽ സബ്ജക്റ്റിൽ വ്യക്തമായി രേഖപ്പെടുത്തണം. നിശ്ചിത സമയത്തിന് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഓഫീസിൽ നിന്നും ഫോൺ മുഖാന്തരം അറിയിപ്പ് ലഭിക്കുമ്പോൾ നിങ്ങളുടെ ബയോഡേറ്റ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ തിരിച്ചറിയൽ രേഖകളും അവയുടെ ഫോട്ടോ കോപ്പിയും സഹിതം കോവിഡ് പ്രോട്ടോക്കോളിന് വിധേയമായി അഭിമുഖ പരീക്ഷയ്ക്ക് ഹാജരാവേണ്ടതാണ്. കൂടാതെ ഇമെയിൽ അയച്ചതിന് ശേഷം ഈ ഒരു ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അടുത്തത് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 30 സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. പ്രായപരിധി വരുന്നത് 2022 ജനുവരി 1 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് +2 സയൻസ് കൂടാതെ GNM അല്ലെങ്കിൽ BSc നഴ്സിംഗും കൂടാതെ KNC രജിസ്ട്രേഷനും കാത്തല പരിചയവുമാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം നവംബർ 14 തിങ്കളാഴ്ച എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലെ CCM ഹാളിൽ രാവിലെ 11 മണിക്ക് നടക്കുന്ന എഴുത്ത് പരീക്ഷയിലും ഇൻ്റർവ്യൂവിലും പങ്കെടുക്കേണ്ടതാണ്. രജിസ്ട്രേഷൻ അന്നേ ദിവസം രാവിലെ 10 മണി മുതൽ 11 മണി വരെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ RSBY പദ്ധതി പ്രകാരം ഡയാലിസിസ് ടെക്നീഷ്യൻ, RSBY അല്ലെങ്കിൽ KASP പദ്ധതി പ്രകാരം ഫാർമസിസ്റ്റ് തസ്തികകളിലേക്കും വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. ഡയാലിസിസ് ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ PSC അംഗീകൃത ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജിയാണ്. അപ്പോൾ ഇതിലേക്ക് ഇൻ്റർവ്യൂ നടക്കുന്നത് നവംബർ 14 രാവിലെ 10 മണിക്കാണ്. ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ +2 അല്ലെങ്കിൽ VHSCയും കൂടാതെ ഡിപ്ലോമ ഇൻ ഫാർമസിയും അല്ലെങ്കിൽ BPharm കൂടാതെ കേരള ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനുമാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന ഇൻ്റർവ്യൂ നടക്കുന്നത് നവംബർ 15 രാവിലെ 10 മണിക്കാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന രേഖകൾ, ബയോഡേറ്റ എന്നിവ സഹിതം അതാത് ദിവസം ജില്ലാ ആശുപത്രി സൂപ്രണ്ട് മുമ്പാകെ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. അടുത്തത് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്.
പ്രതിമാസം 30,995 രൂപയാണ് ലഭിക്കുന്നത്. 1 വർഷത്തേക്കാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം നവംബർ 16 രാവിലെ 10 മണിക്ക് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ കാര്യാലയത്തിൽ അഭിമുഖത്തിന് എത്തിച്ചേരേണ്ടതാണ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.gmctsr.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. വിവിധ ജില്ലകളിൽ വിവിധ തസ്തികകളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.